കർത്താവിൻ്റെ തിരുനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ തുടർമാനമായി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വന്ദനം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വിഷയങ്ങളെ സമഗ്രമായി പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അതിൽ പഴയ നിയമ പൗരോഹിത്യവും പുതിയ നിയമ രാജകീയ പൗരോഹിത്യവും എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്യമാണ് നമ്മുടെ കുറിവാക്യം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിൽ ആയിരുന്നപ്പോൾ കൂടാരം തീർപ്പാൻ യഹോവ മോശയോട് കൽപ്പിച്ചു. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം പാറ്റേൺ നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന കർക്കശമായ നിയമം നിർദ്ദേശം ദൈവം മോശയോട് അരുളി ചെയ്തതുപോലെ അവൻ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ എക്സാമ്പിൾ ആൻഡ് ഷാഡോ. യവന ഭാഷയിൽ ഹുപ്പോഡെയ്മത്തി സ്കിയ എന്നീ 2 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1-ാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ 2-ാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു എന്ന് ഒരു കാലത്ത് പഴയ നിയമത്തിൻ്റെ വക്താവായിരുന്ന പൗലോസ് സത്യമറിഞ്ഞപ്പോൾ തൻ്റെ സമകാലിക ലോകത്തിൽ തന്നെ ആ മാർഗത്തിനു വേണ്ടി നിന്നവരും എന്നാൽ വിശുദ്ധവചനം മനസ്സിലാക്കി ഗ്രഹിച്ച് മുൻപോട്ട് വന്നവരുമായ എബ്രായരോട് പറയുകയാണ് 8-ാമത്തെ അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ. വിഷയം ഇവിടം കൊണ്ടും അവസാനിപ്പിക്കാതെ പൗലോസ് തുടരുകയാണ്. ന്യായപ്രമാണപ്രകാരം അർപ്പിക്കപ്പെടുന്ന യാഗരക്തം, മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മം ആദിയായവ, തളിക്കപ്പെട്ട ശരീരം ശുദ്ധജലത്തിൽ തേച്ചു കുളിക്കുമ്പോൾ ജഡീയ ശുദ്ധി മാത്രം വരുത്തുവാൻ ഉപയുക്തമാകുമ്പോൾ പാപപരിഹാരത്തിനായി ഒരിക്കലായി തന്നെ താൻ സ്വയം അർപ്പിക്കപ്പെട്ട ദൈവപുത്രൻ എന്ന ദൈവത്തിൻ്റെ പരമയാഗ പൊരുളായ ദൈവകുഞ്ഞാടിൻ്റെ വിലയേറിയ പരിശുദ്ധ രക്തം നമ്മുടെ ആന്തരിക മനസ്സാക്ഷിയെ സകല നിർജീവ പ്രവർത്തനങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 11 മുതൽ 14, 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലും ഈ പ്രകാരം ദൃശ്യവും നിഴലും ഐഹികവും മനുഷ്യകരങ്ങളാൽ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ട വസ്തുവകകളാൽ നിർമ്മിക്കപ്പെട്ട ഉപകരണങ്ങളുടെ പൊരുളുമായ ചില സത്യങ്ങളെ അത്രേ രാജകീയ പുരോഹിതവർഗമാകുന്ന നാം അല്പമായി വിചിന്തനം ചെയ്യുന്നത്. നാം വിചിന്തനം ചെയ്യുന്നത് കൊണ്ട് വിഷയം പൂർണ്ണമാകുന്നില്ല. ദൈവവചനം ദൈവത്തോളം ആഴമുള്ളതാകയാൽ ദൈവത്തെ മുഖാമുഖമായി കാണുന്നിടം വരെ ഇതിൻ്റെ ഭാഗികമായ വിഷയങ്ങൾ വ്യാഖ്യാനിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നതല്ലാതെ പൂർണ്ണമായി ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ നാം ഇപ്പോൾ അംശമായി മാത്രം കാണുന്നു, അംശമായി മാത്രം അറിയുന്നു. പൂർണ്ണമായത് വരുമ്പോൾ ഈ അംശമായത് മുഴുവൻ മാറിപ്പോകും. അതുകൊണ്ട് ക്ഷമാശീലരായി അംശമായത് പ്രാപിക്കുകയും ദർശിക്കുകയും ഗ്രഹിക്കുകയും അതുമൂലം ലൗകിക ജീവിതത്തിൽ നിത്യജീവൻ്റെ വാഗ്ദത്തം പ്രാപിക്കുകയും ചെയ്ത ദൈവദാസീദാസന്മാർ നിത്യമായത് വെളിപ്പെടേണ്ടതിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാം. പെട്ടകവും കൃപാസനവും. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. സമാഗമന കൂടാരവും അതിലുണ്ടായിരുന്ന സകല ഉപകരണങ്ങളും ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമാകുന്നു. സിംബൾ അഥവാ പാരബോളേ എന്ന ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത്. പെട്ടകം എന്ന പദത്തിന് ആർക്ക് എന്ന ഇംഗ്ലീഷ് പദവും ഉണ്ട്. ഈ പദത്തിന് വ്യത്യസ്തമായ വിവിധ അർത്ഥങ്ങൾ ഉണ്ട്. ഉദാഹരണം, ഇതിന് പെട്ടകം, പെട്ടി, ശവപ്പെട്ടി, അറ എന്നിത്യാദി വ്യത്യസ്തമായ അർത്ഥങ്ങൾ എബ്രായ ഭാഷയിൽ തന്നെയുണ്ട്.
എബ്രായ ഭാഷയിൽ പെട്ടകം എന്ന പദത്തിന് ആരോൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആരോൻ, അഹരോനല്ല, ആരോൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് എവിടെയെല്ലാം ആകുന്നു എന്ന് നോക്കാം. 1. തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കായി ജലപ്രളയത്തിൽ നിന്ന് ഗോഫർ മരം കൊണ്ട് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ പെട്ടകത്തിന് ഇംഗ്ലീഷ് ഭാഷയിൽ ആർക്ക് എന്നും എബ്രായ ഭാഷയിൽ ആരോൻ എന്നും ഉള്ള പദമാണ് കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 2. ശിശു സംഹാരത്തിൽ നിന്ന് തങ്ങളുടെ ആൺകുഞ്ഞിനെ രക്ഷ ചെയ്യുന്നതിന് മോശയുടെ മാതാപിതാക്കന്മാർ വാങ്ങിയ ഞാങ്ങണ കൊണ്ടുള്ള പെട്ടി, ആർക്ക്, വേറൊരു പദത്തിൽ ചെസ്റ്റ്, എബ്രായ ഭാഷയിൽ ആരോൻ എന്ന പദം തന്നെ കാണുന്നു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. 3. യോസേഫിൻ്റെ മരണശേഷം ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് അവൻ്റെ മൃതശരീരം മിസ്രയീമിൽ മറവ് ചെയ്യാതെ വാഗ്ദത്ത ദേശത്ത് അടക്കം ചെയ്യേണ്ടതിനായി സുഗന്ധവർഗം ഇട്ട് സൂക്ഷിച്ചിരുന്നത് ഒരു ശവപ്പെട്ടിയിലായിരുന്നുവല്ലോ. ആ പെട്ടിക്കും ഇസ്രായേൽ ജനങ്ങൾ കോഫിൻ അഥവാ ആരോൻ എന്ന പദം തന്നെ പറഞ്ഞു വന്നു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 26-ാമത്തെ വാക്യം. പരിശുദ്ധനായ യഹോവയാം ദൈവത്തിൻ്റെ നിവാസം അവരുടെ ഇടയിൽ ആക്കി തീർക്കുവാൻ മോശെ മുഖാന്തരം സീനായി മരുഭൂമിയിൽ വെച്ച് ഉണ്ടാക്കിയ പെട്ടകത്തിന് ആരോൻ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 10-ാമത്തെ വാക്യം. 5. യഹോവാസ് രാജാവിൻ്റെ വാഴ്ചകാലത്ത് യഹോവയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനാവശ്യമായ ധനസമാഹരണത്തിന് യഹോയാദാ പുരോഹിതൻ ഒരു പെട്ടകം ഉണ്ടാക്കിയതായി നാം വായിക്കുന്നു. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 12-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇതിനും ഉപയോഗിച്ചിരിക്കുന്ന പദം ആരോൻ എന്ന് തന്നെയാണ്. ഇതിന് യഹോവയുടെ പെട്ടകം. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം. ന്യായാധിപന്മാരുടെ പുസ്തകം 20-27. ഇസ്രായേലിയരുടെ ദൈവഹിതത്തിൻ്റെ പെട്ടകം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ പെട്ടകം. ദിനവൃത്താന്തം 1-ാം പുസ്തകം 15-2. ദൈവത്തിൻ്റെ ബലത്തിൻ്റെ പെട്ടകം. സങ്കീർത്തനം 132:8 ഇത്യാദി പേരുകളും ഉണ്ട്. ഗ്രഹിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു തവണ കൂടെ ആവർത്തിക്കാം. ഈ പെട്ടകത്തിന് യഹോവയുടെ പെട്ടകം. യോശുവ 4:5. നിയമപ്പെട്ടകം. ന്യായാധിപന്മാരുടെ പുസ്തകം 20-7. ദൈവത്തിൻ്റെ പെട്ടകം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 5-11. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ പെട്ടകം. ദിനവൃത്താന്തം 1-ാം പുസ്തകം 15-12. ദൈവത്തിൻ്റെ ബലത്തിൻ്റെ പെട്ടകം. സങ്കീർത്തനം 132:5. ഇത് ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഉള്ള ഒരു പഠന പരമ്പരയാണ്. ദൈവത്തിൻ്റെ കൽപ്പനയാൽ മരുഭൂമിയിൽ വെച്ച് ഉണ്ടാക്കിയ പെട്ടകം, ആർക്ക് അഥവാ ആരോൻ, അതാകുന്നു നമ്മുടെ ചിന്താവിഷയം. പുറപ്പാട് 25-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യവന ഭാഷയിൽ പെട്ടകം, ആർക്ക് എന്ന പദത്തിന് കിബോട്ടോസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. KIBOTOS. പ്രധാനമായി നോഹയുണ്ടാക്കിയ പെട്ടകം. നമ്മൾ ഇതുവരെ എബ്രായ ഭാഷ അതിന് ഉള്ള പദം പഠിച്ചുവെങ്കിൽ ഇപ്പോൾ യവന ഭാഷയിലുള്ളതാണ്. നോഹയുണ്ടാക്കിയ പെട്ടകം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 14 മുതൽ 18 വരെയും, മത്തായി എഴുതിയ സുവിശേഷം 24:38, ലൂക്കോസ് എഴുതിയ സുവിശേഷം 17:27, എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 7-ാമത്തെ വാക്യവും, പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം
3-ാം അധ്യായം 20-ാമത്തെ വാക്യവും ഇവിടെയെല്ലാം യവന ഭാഷയിൽ സെപ്റ്റുവജന്റ് വേർഷനിൽ കിബോട്ടോസ് എന്ന പദം കാണുന്നു. KIBOTOS. അടുത്തതായി യഹോവയാം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം മോശെ ഉണ്ടാക്കിയ പെട്ടകം. പുറപ്പാട് പുസ്തകം 25:10-22. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 1-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ. മൂന്നാമതായി മഹോപദ്രവകാലത്ത് സ്വർഗത്തിലെ ദേവാലയം തുറന്നു. യഹോവയാം ദൈവത്തിൻ്റെ പെട്ടകം ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട സാക്ഷാൽ നിയമപ്പെട്ടകം. വെളിപ്പാട് പുസ്തകം 11:19. ഇവയത്രേ നാം പെട്ടകം എന്ന വിധത്തിൽ ശ്രദ്ധിക്കുന്നത്. ഈ 3 വിഷയങ്ങളിൽ നാം വിചിന്തനം ചെയ്യുന്നത് സമാഗമന കൂടാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന പെട്ടകത്തെ സംബന്ധിച്ചത്രേ. അതായിരുന്നുവല്ലോ പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ ആരാധനാ കേന്ദ്രവും ശുശ്രൂഷാ മണ്ഡലവും. നാം രാജകീയ പുരോഹിതവർഗം ആകയാൽ ആ പഴയ നിയമ ഇസ്രായേൽ ജനങ്ങൾ ആരാധിച്ചു വന്നിരുന്ന പെട്ടകത്തെക്കാൾ ഉപരി അടുത്ത് ആത്മീയ പെട്ടകത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. സമാഗമന കൂടാരവും അതിലുണ്ടായിരുന്ന സകല ഉപകരണങ്ങളും, അതായത് പെട്ടകം, ധൂപപീഠം, നിലവിളക്ക്, കാഴ്ചയപ്പത്തിൻ്റെ മേശ, താമരത്തൊട്ടി, യാഗപീഠം, താമ്രയാഗപീഠം, തിരശീല, മറശീല, വാതിൽ, ആലയത്തിൻ്റെ തൂണുകൾ, വെള്ളിച്ചുവടുകൾ, മറപലകകൾ, മറ്റു തൂണുകൾ, മൂടുശീലകൾ, പുരോഹിതന്മാർ, മഹാപുരോഹിതൻ, അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, അതിൽ ഉപയോഗിച്ചിരുന്ന എണ്ണ, സുഗന്ധവർഗങ്ങൾ എന്നിവയെല്ലാം കേവലം നിഴൽ മാത്രമായിരുന്നു. അവ സാദൃശ്യങ്ങളും ആയിരുന്നുവെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 9, 11, 24 എന്നീ വാക്യങ്ങളിൽ കാണുന്നു. അതല്പം കൂടെ മനസ്സിലാക്കണമെങ്കിൽ നാം ഒരു വ്യക്തിയുടെ ഫോട്ടോ കാണുന്നു. അല്പം കഴിയുമ്പോൾ ആ ഫോട്ടോയുടെ വ്യക്തി പ്രത്യക്ഷപ്പെടുന്നു. ആ പടവും വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എത്രമാത്രമോ അത്രമാത്രമാകുന്നു ഇസ്രായേൽ ജനങ്ങളുടെ നടുവിൽ ആരാധനാ കേന്ദ്രവും ആ ജനവും അവർ ആചരിച്ചു വന്ന സകല വിശേഷവിധിയായ ആചാര അനുഷ്ഠാനങ്ങളും നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സത്യാരാധനയും തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ വെളിച്ചത്തിൽ സമാഗമനകൂടാരം എന്ന ലേവ്യ പൗരോഹിത്യ നിഴലും രാജകീയ പുരോഹിതവർഗത്തിലെ പൊരുളും വളരെ ഹ്രസ്വമായി വിചിന്തനം ചെയ്യാം. ഒന്ന്, പെട്ടകം. പുറപ്പാട് പുസ്തകം 25:10-12 വരെയുള്ള വാക്യങ്ങൾ. ശ്രോതാക്കളായ ദൈവമക്കൾക്ക് ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ ഒരേ വാക്യമോ ഒരേ വിഷയമോ പല ആവർത്തി നാം ഇവിടെ പ്രസ്താവിച്ചു എന്ന് വന്നേക്കാം. അതിൻ്റെ ആത്മീയവർത്ഥവും അതിൻ്റെ തൊട്ടു പിന്നാലെ ഗ്രഹിക്കാകുന്നതാകയാൽ ആവർത്തന വിരക്തി തോന്നരുത്. ആവർത്തനം അല്ല, യാഥാർത്ഥ്യമാണ്. പെട്ടകം, മോശയുടെ ന്യായപ്രമാണം, ഇസ്രായേലിലെ ചരിത്രം, സങ്കീർത്തനം, പ്രവാചകം അഥവാ അവരുടെ ഭാഷയിൽ തോറ, കെതുബീം, നബീം എന്നിവ അടങ്ങിയിട്ടുള്ള പഴയ നിയമത്തെ സംബന്ധിച്ച് ആഴമായ അറിവും പാണ്ഡിത്യവും ഉള്ള പരീശനും അനന്യനുമായിരുന്ന വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-4 വരെയുള്ള വാക്യങ്ങളിൽ തനിക്ക് പുകഴുവാൻ സാധ്യതയുണ്ടായിരുന്ന തൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാഗമന കൂടാരത്തെയും അതിലുണ്ടായിരുന്ന ഉപകരണങ്ങളെ സംബന്ധിച്ചും കർത്താവിൽ നിന്ന് പ്രാപിച്ച ജ്ഞാനത്തെ അടിസ്ഥാനമാക്കി കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 11:23 വായിച്ചു കൊണ്ടാൽ മതി. എഫെസർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3, 4, 5 ഇതേ വിഷയം എഴുതിയിട്ടുണ്ട്. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധന മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോന്നിരുന്നു. അവ ഭക്ഷ്യങ്ങൾ,
പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ, വാഷിങ്സ്, യവന ഭാഷയിൽ ബാപ്തിസ്മോയിസ് ബഹുവചനത്തിലാണ്. ലൗത്രോൺ എന്നും അതിനെ കാണാം, കഴുകൽ എന്നും. എഫെസർക്ക് എഴുതിയ ലേഖനം 5:26 എന്നിവയോട് കൂടിയ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ ആയിരുന്നു അത്രേ. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:9-10. ഇതൊക്കെ തറപ്പിച്ചും ഉറപ്പിച്ചും വെളിപ്പെടുത്തി പറഞ്ഞതാണ് വിശുദ്ധ പൗലോസിനോട് എബ്രായരായിരുന്ന യഹൂദന്മാർക്കും ന്യായശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഉണ്ടായിരുന്ന കോപത്തിൻ്റെ പ്രധാന കാരണം. മുകളിൽ നാം കാണുന്നത് ഇസ്രയേലിലെ പൗരോഹിത്യ നിയമങ്ങളും നടപടിക്രമങ്ങളും നേർച്ച കാഴ്ചകളും കേവലം സാദൃശ്യവും ഗുണീകരണ കാലം കഴിയുന്നതും വരെ, അഥവാ കൃപായുഗം വരെ, അല്ലെങ്കിൽ ഇന്ന് നാം ജീവിക്കുന്ന വർത്തമാനകാലം വരെ, അഥവാ റിഫർമേഷൻ എന്നെഴുതിയിട്ടുണ്ട് അവിടെ, പുനഃക്രമീകരണ കാലം വരെ ആചരിക്കേണ്ടതിന് നൽകപ്പെട്ട ജഡീക നിയമങ്ങളായിരുന്നു. ഈ വിഷയങ്ങളൊക്കെ ഈ വിധത്തിൽ പറയുമ്പോൾ ആവോളം മൂലവാക്കുകളും മൂലപദങ്ങളും മൂലഭാഷയിൽ നിന്നുള്ള കാര്യങ്ങളും ശ്രദ്ധാപൂർവം ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്ത ശേഷമാണ് എന്ന് മറന്നു പോകരുത്. എവിടോ എങ്ങനോ കണ്ടുകിട്ടിയ കാര്യങ്ങളല്ല നാം ഇവിടെ വിചിന്തനം ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ. അവ ലൗകികവും സാദൃശ്യവും ജഡികവുമായി ആചരിക്കേണ്ടതിന് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോർ അരുളി ചെയ്തവയെ പുത്രൻ മുഖാന്തരം പുനഃക്രമീകരിച്ച് റിഫോർമും ചെയ്ത് തൻ്റെ സഭയ്ക്ക് തൻ്റെ വിശുദ്ധപ്പസ്തലന്മാരും പ്രവാചകന്മാരും മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. വിശുദ്ധ പൗലോസിൻ്റെ ധൈര്യസമേതമുള്ള ദൈവിക വെളിപ്പാടുകളുടെ മുൻപിൽ തലവണക്കുന്നു. എഫെസർക്ക് എഴുതിയ ലേഖനം 3:5, എബ്രായർക്ക് എഴുതിയ ലേഖനം 1-2 വാക്യങ്ങൾ. അവയുടെ പൊരുളായ മർമ്മങ്ങൾ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് ആർക്കും തന്നെ അറിയായി വന്നിരുന്നില്ല പോലും. എഫെസർ 3:5 ഈ പറയുന്നത്. ദൈവം പറഞ്ഞത് കേൾക്കുകയും കാണുകയും ചെയ്തിയ ന്യായപ്രമാണത്തിൻ്റെ എഴുത്തുകാരനായിരുന്ന മോശയ്ക്കും 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് സീനായി മലയുടെ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് പ്രാപിച്ച മോശയ്ക്കും ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദൈവിക സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ദാവീദിനും മശിഹാ ജനനം തൊട്ട് പ്രവൃത്തി തൊട്ട് മരണം തൊട്ട് ഉയർത്തെഴുന്നേൽപ്പ് തൊട്ട് തിരികെ വരവ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ശക്തിയുക്തം പ്രവചിച്ച യെശയ്യാവിനും ദാനിയേലിനും അത് വെളിപ്പെട്ടില്ല പോലും. വിശുദ്ധ പൗലോസിന് ദൈവം കൊടുത്ത ആ ദൈവിക ജ്ഞാനം എത്ര അത്ഭുതകരമാണ്. അങ്ങനെ പറയുമ്പോൾ പഴയ നിയമത്തിലെ ന്യായപ്രമാണ പുരോഹിതന്മാർക്ക് ഗ്രഹിപ്പാൻ കഴിയാതിരുന്നത് രാജകീയ പുരോഹിതവർഗമാകുന്ന നമുക്ക് ഗ്രഹിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഗ്രഹിക്കുവാനും സാധിച്ചു എന്നുള്ളത് അതിലും ഒട്ടും കുറയാത്ത ഒരത്ഭുതം തന്നെ. പരിശുദ്ധ പിതാവേ, ദൈവവചനം ഗ്രഹിക്കുവാനും പഠിക്കുവാനും ആവശ്യമായ കൃപയും പരിശുദ്ധ ആത്മാവിൻ്റെ തിരു എഴുന്നള്ളത്തും അതിൻ്റെ നടത്തിപ്പും അഭിഷേകവും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ നടത്തും. കേൾവിക്കാരെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനു വേണ്ടി അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ശുശ്രൂഷാ മണ്ഡലത്തിലുള്ള വിശുദ്ധന്മാരെയും തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.